ഹായ് ഫ്രണ്ട്സ്, എസ്കോട്ട്സ് എന്ന സ്റ്റോക്ക് ഒരു ചെറിയൊരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോക്ക് കുറച്ച് നാളായിട്ട് ഏകദേശം സൈഡ് വേസ് എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു പ്രത്യേക പോയിന്റിൽ പോയിട്ട് അവിടുന്ന് താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോയി, അതായത് ഒരു സ്വിംഗ് ട്രേഡിങ് ആണ്. ഡൗൺ ട്രെൻഡിലുണ്ടായിരുന്ന സ്റ്റോക്കായിരുന്നു. സ്വിംഗ് ട്രേഡിങ്ങിലും ഡൗൺ കാണിക്കുന്നില്ല എന്നുള്ളതാണ്, മറിച്ച് ഹൈ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇപ്പോൾ കാണാം. മാക്സിമം കുറഞ്ഞ വിലയിൽ അത് വാങ്ങാൻ ശ്രമിക്കുക. കാരണം മൺഡേ ആ സ്റ്റോക്ക് കുറച്ചുകൂടി താന്നേക്കാം. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ചാർട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റോക്കിൽ നമ്മൾ ഒരു സപ്പോർട്ട് ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ വരച്ചേക്കുന്നത് റെസിസ്റ്റൻ്റ് ലൈനാണ്. ഓക്കെ, ഏകദേശം നമുക്ക് അതൊരു 690 റെസിസ്റ്റൻ്റായിട്ട് കണക്കാക്കാം. നമ്മൾ ബൈ ചെയ്യാൻ പോയാൽ അതിൻ്റെ ടാർഗറ്റ് 690, അത് അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിട്ട് ഷോർട്ട് ടൈം ടാർഗറ്റാണ്, അതിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ലോങ് ടൈമിലേക്ക് മേ ബി അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അത് ബൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 598. കാരണം 598 റീസെൻ്റ്ലി പോയിട്ടില്ല, 600 ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു 598 സ്റ്റോപ്പ് ലോസ് വെച്ച് മാക്സിമം ലോയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച അത് നല്ലൊരു ബുള്ളിഷ് കാണിച്ചിട്ട് വെള്ളിയാഴ്ച പ്രോഫിറ്റ് ബുക്കിങ്ങും കാണിച്ചു. എന്നാലും വെള്ളിയാഴ്ച ഈവനിങ്ങിൽ ലോയിൽ നിന്നും കുറച്ച് ഉയർന്നാണ് അത് ക്ലോസ് ചെയ്തേക്കുന്നത്. ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. കാരണം ഇതിന് മുമ്പാണെങ്കിൽ നമുക്ക് ചാർട്ടിൽ നോക്കി അറിയാം, ലോയിൽ നിന്നൊരു ബുള്ളിഷ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുധനാഴ്ച ഈവനിങ്ങിൽ ബൈ ചെയ്യാമായിരുന്നു ഈ സ്റ്റോക്ക്. കാരണം ആരും നോക്കിയിരിക്കില്ലല്ലോ, അതാണ് ഒരു കുഴപ്പം. ബുധനാഴ്ച ചെയ്യാമായിരുന്നു. ബുധനാഴ്ച ഈവനിങ് ചെയ്ത് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വെള്ളിയാഴ്ച തന്നെ ചെയ്യാമായിരുന്നു. വെള്ളിയാഴ്ച താന്നു വന്ന് സാധാരണ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കുറച്ച് ഉയർന്നു വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇനിയാണെങ്കിലും നമുക്ക് കുറച്ച് താന്നു വരുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിങ്കളാഴ്ച കുറച്ച് താഴാനുള്ള സാധ്യത ഇല്ലാതില്ല. അപ്പം മാക്സിമം ലോയിലെടുക്കാൻ ശ്രമിക്കുക. ലോയിലെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 690 ആ ലെവലിലേക്ക് നമുക്ക് പ്രോഫിറ്റ് മേ ബി അതിൻ്റെ മുകളിൽ പോയേക്കാം. എനിവേ, ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുക. അപ്പം ഞാനിത് കണ്ടത് ഷെയർ ചെയ്ത്. അടുത്തത് യെസ് ബാങ്ക് ആണ്. ഈ യെസ് ബാങ്കിനെ നമ്മുടെ RBIക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെന്ന് തോന്നുന്നു. എന്താണോ പ്രശ്നം. അപ്പോൾ CEO അദ്ദേഹത്തെ രാജിവെപ്പിച്ചു. അങ്ങനെ യെസ് ബാങ്കിൻ്റെ ഷെയർ നന്നായിട്ട് ഇടിഞ്ഞു. പിന്നെ അതൊരു 145, 150, 160 ആ ലെവലിലൊക്കെ, 160, 170 ഓക്കെ. കാരണം 147 അധികം വന്നിട്ടില്ല. എനിവേ 150, 160, 170 ഓക്കെ, ആ റേഞ്ചിലൊക്കെ ഇതിങ്ങനെ നിന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ ആ ചെറിയ റേഞ്ചിലൊക്കെ മേടിച്ച് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാമായിരുന്നു. ഷോർട്ട് ടൈമിലേക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ എടുക്കാമായിരുന്നു. പിന്നെ പോസിറ്റീവ് ന്യൂസാണ് യെസ് ബാങ്കിന് വന്നുകൊണ്ടിരുന്നത്. പുതിയ CEO സ്ഥാനമേറ്റു. അത് കഴിഞ്ഞ് ഇപ്പോഴും RBIയുടെ ഒരു ചെറിയ ഒരു പേടിപ്പെടുത്തൽ, വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇവരുടെ ലെഡ്ജറും ഓക്കെ, വയലേഷനൊന്നുമില്ല. ലെഡ്ജറിലോ അക്കൗണ്ട്സിലോ ഒന്നും വയലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നത്. അങ്ങനെയാണ് ഈ RBIയുടെ റിപ്പോർട്ടുള്ളത്. അപ്പോൾ അത് നിൽ ഡൈവേർജൻസ് റിപ്പോർട്ട് എന്നാണ് അതിന് പറയുക. അതായത് ഡൈവേർജൻസ് ഒന്നുമില്ല, പക്കയായിട്ടാണ് കാര്യങ്ങൾ ഒക്കെ എന്നുള്ള ഒരു റിപ്പോർട്ട് ആണ് RBI കൊടുത്ത്. അപ്പോൾ ഈ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച SBI പുറത്തുവിട്ട യെസ് ബാങ്ക് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തായിരുന്നു. അതായത് ഞങ്ങൾ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞ് അതിനെ വെള്ളിയാഴ്ച ഒന്ന് പേടിപ്പിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക്. കാരണം അത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ്. അത് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, പുറത്ത് വെളിപ്പെടുത്താൻ പാടില്ല. അപ്പം അതെന്ന് പറഞ്ഞിട്ട് ഒന്ന് വാൺ ചെയ്തിട്ടുണ്ട് യെസ് ബാങ്കിനെ. ഓക്കെ, മേ ബി അതൊരു കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അത് ചെറിയ കാരണമാണ്, വലിയ സംഭവമൊന്നുമില്ല. എന്നാൽ പോലും യെസ് ബാങ്ക് ചിലപ്പോൾ ഒരു ടെമ്പററി താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിന് മുമ്പത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഇതിന് മുമ്പ് പല പോസിറ്റീവ് ന്യൂസുകളും വന്നിട്ടും യെസ് ബാങ്ക് മുകളിലേക്ക് പോയിട്ടും ഇപ്പം നിൽക്കുന്ന ഒരു ലെവലിൽ നിന്നിട്ട് അത് താഴേക്ക് വരുന്നതാണ് നമുക്ക് കാണുന്നത്.
അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ബയ്യിങ് അല്ല, അതൊരു സെല്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സെല്ലിങ്സിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അത് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് കറക്റ്റ് സമയത്ത് തന്നെ. അപ്പോൾ ബയ്യിങ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഹോൾഡ് ചെയ്യാം എത്ര നാൾ വേണമെങ്കിലും. ഇത് സെല്ലിംഗ് ആയതുകൊണ്ട് ആ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് അതും കൂടെ ഓർത്തിട്ട് മാത്രം ചെയ്യുക. പിന്നെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇത് താഴേക്കായിരുന്നു. അത് മറ്റൊന്നുമല്ല, പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയായിരിക്കാം. മേ ബി അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളിൽ കാണുന്നത്. 233 മുകളിൽ പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്കത് വാച്ച് ചെയ്യാം. വാച്ച് ചെയ്തിട്ട് അവിടുന്ന് ആ ലെവലിൽ നിന്ന് പിന്നെ എപ്പോഴാണോ താഴേക്ക് വരുന്നത്, എപ്പോഴാണോ ആ സ്റ്റോക്ക് താഴേക്ക് വരുന്നത്, ആ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സെല്ല് കൊടുക്കാം. അതും ഒരു സേഫായിട്ടുള്ള മാർഗ്ഗമാണ്. എനിവേ, അല്ലെങ്കിൽ വേറെ ഒരു മാർഗ്ഗം കൂടെ നമുക്ക് നല്ല വീക്കാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകണമെങ്കിൽ സ്റ്റോക്ക് വീക്കായി എന്ന് തന്നെ വിചാരിക്കുക. അത് കുറച്ച് താഴേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിവേ, ഇപ്പം ഞാനിത് കാണുന്നത് താഴേക്ക് തന്നെ പോകും എന്ന രീതിയാണ്. ഓക്കെ, ഡൗൺ ട്രെൻഡാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരുന്നു. RBI വലിയ പ്രശ്നമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാൺ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്ന് വാൺ ചെയ്ത് വിട്ടേ ഉള്ളൂ. വേറെ ബാങ്കിന് കുഴപ്പമൊന്നുമില്ല. ലോങ് ടൈമിലേക്ക് ബൈ എടുക്കാൻ പറ്റിയ ബാങ്ക് തന്നെയാണ്. നിഫ്റ്റി എങ്ങോട്ട് പോകുന്നതെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റി സൈഡ് വൈസ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വിങ് താഴേക്ക് പോകുന്നു, മുകളിലേക്ക് വരുന്നു, താഴേക്ക് പോകുന്നു, മുകളിലേക്ക് വരുന്നു. ഈ ഒരു പാറ്റേൺ അത് കുറച്ച് നാളായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ്. കുറച്ച് മാസങ്ങളായിട്ട് നോക്കി കഴിഞ്ഞാൽ ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ്. എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുമ്പോഴത്തേനും നിഫ്റ്റി താഴേക്ക് പോകുന്നുണ്ടെങ്കിലും അതിലും സ്പീഡിൽ ഇത് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ മുകളിലേക്ക് കയറി പോകുന്നത് നമുക്കറിയാം, ഒരു പരിധി കഴിഞ്ഞ് നിഫ്റ്റി കയറിപ്പോയിരുന്നില്ല. അപ്പോൾ നമുക്കത് ചാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഏതാണ്ട് റെസിസ്റ്റൻ്റ് ലെവൽ എവിടെയാണെന്നുള്ളത്. പണ്ടത്തെ റെസിസ്റ്റൻ്റ് ലെവൽ 10,980 ആയിരുന്നു. അപ്പോൾ ആ റെസിസ്റ്റൻ്റ് 1 ഡേ ബ്രേക്ക് ചെയ്തു. അടുത്ത ദിവസം ഒരു ദിവസം അത് ബ്രേക്ക് ചെയ്തു. അടുത്ത ദിവസം അത് നിഫ്റ്റി താഴേക്ക് പോകുന്നതാണ് നമുക്ക് കാണുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒരു ഡോജി ക്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു ദിവസം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, പിറ്റേ ദിവസം വീണ്ടും അത് നന്നായിട്ട് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്നിട്ട് ഒരു ഡോജി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും മനസ്സിലാക്കാം, എല്ലാവർക്കും അറിയാം എന്താണ് അവിടുന്ന് താഴേക്ക് പോകാനുള്ള സാധ്യതയാണ്. ഒന്നാമത് അത് റെസിസ്റ്റൻ്റ് ലെവലാണ്. റെസിസ്റ്റൻ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാൽ പോലും അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ് സ്റ്റാർട്ട് ചെയ്തു. മേ ബി അത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്യാം, ആ റെസിസ്റ്റൻ്റ് ലെവൽ ഇപ്പോൾ സപ്പോർട്ടായിട്ടാണല്ലോ വർക്ക് ചെയ്യുക. റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ അത് സപ്പോർട്ടായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പം ആ സപ്പോർട്ട് എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് സെല്ലെടുക്കാം. അപ്പോൾ അത് അടുത്ത ദിവസം ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. അപ്പോൾ സെല്ല് ഒരുപാട് പേര് ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും, നമ്മുടെ റീറ്റെയിലേഴ്സിനൊക്കെ കിട്ടും, അത് എല്ലാവർക്കും അതറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് സെല്ലെടുത്തു. അങ്ങനെ സെല്ലെടുത്ത് നിഫ്റ്റി താഴേക്ക് പോയി. ഇനി അടുത്ത സ്റ്റെപ്പ് മുകളിലേക്ക് പോകണം. അടുത്തത് ഈ സെല്ലെടുത്തവരെല്ലാം വിറ്റ്, അവരെല്ലാം അത് വിറ്റെന്ന് പറഞ്ഞാൽ വാങ്ങി. ഓക്കെ, അവരെല്ലാം അവരുടെ പൊസിഷൻ ക്ലോസ് ചെയ്ത് പ്രോഫിറ്റിൽ ആയി കഴിഞ്ഞിട്ട് പിന്നെ ബയ്യേഴ്സ് വരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വെള്ളിയാഴ്ച ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇത് നമുക്ക് ക്ലിയറായിട്ട് ഇതിൻ്റെ പുറകിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും ഒരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡോജിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിഫ്റ്റി നല്ല മുകളിലേക്ക് പോയി. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡോജി സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് ഈ ഡോജി ഉള്ളത്. കാരണം ഇതിന് മുമ്പത്തെ സപ്പോർട്ട് നോക്കുക, അതിനെ കഴിഞ്ഞ് താഴെയാണിത്. അതിൻ്റെ മുമ്പത്തെ സപ്പോർട്ട് നോക്കുക, അതിനെ കഴിഞ്ഞ് താഴെയാണിത്. അതിൻ്റെ മുമ്പത്തെ സപ്പോർട്ട് ഇതിൻ്റെ ഏകദേശം അടുത്തിട്ട് ആണ് അത്. അപ്പോൾ ഒരുപാട് അങ്ങ് താഴേക്ക് പോയില്ലെങ്കിൽ പോലും സപ്പോർട്ട് ലെവലിലാണ് ഈ ഡോജി ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഈ സംഭവം നിഫ്റ്റി മുകളിലേക്ക് പോയി. ഓക്കെ, അതും ഒരുപാട് പേരെടുത്ത് കാണും. അപ്പോൾ അവരാണ് ഇവിടെ സെല്ല് ചെയ്തത്. ആ സെല്ല് ചെയ്തവർ വീണ്ടും ഈ താഴേക്ക് വന്ന് വീണ്ടും അത് സെല്ല് ചെയ്തിട്ട് ഇവിടെ ബൈ. ഇപ്പോൾ വെള്ളിയാഴ്ച എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ശരിക്കും നിഫ്റ്റി സപ്പോർട്ടിലാണോ എന്ന് ചോദിച്ചാൽ സപ്പോർട്ട് ലെവൽ ആണെങ്കിൽ പോലും ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ബുള്ളിഷ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിവേ, അത് മൺഡേ മേ ബി സ്റ്റാർട്ട് ചെയ്യാനുള്ള സർവ്വ സാധ്യതയും ഉണ്ട്. അല്ലെങ്കിൽ താഴേക്ക് പോകാം. താഴേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിഫ്റ്റി കയറി വരാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഒന്ന് താഴേക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ അത് 1 ഡേയോ 2 ഡേയോ അത്ര നിൽക്കുള്ളൂ. ഇപ്പോൾ സാധാരണ നിഫ്റ്റി താഴേക്ക് പോകുന്നത് അധികം ദിവസങ്ങളിൽ നിൽക്കാറില്ല. ഇതിപ്പോൾ ഏകദേശം 6 ദിവസമായിട്ട് നിഫ്റ്റി 6-7 ദിവസം, 6 കൂട്ടാം കാരണം ഒരു ദിവസം അധികം പോയിട്ടില്ല. അപ്പം 6 ദിവസമായിട്ട് നിഫ്റ്റി കണ്ടിന്യൂസ് താഴേക്കാണ്, ഡൗൺ ട്രെൻഡാണ് നിഫ്റ്റി കാണിക്കുന്നത്. രാവിലെ മിക്കപ്പോഴും ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ
ഡൗൺ ട്രെൻഡ് വന്ന 2 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണുന്നുണ്ട്. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഗ്യാപ്പ് അപ്പ് വരിക. അതായത് സെല്ലെടുത്തവരെല്ലാം ബൈ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ ബയ്യേഴ്സ് കൂടുതൽ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം മുകളിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ അപ്പോൾ ഇനി താഴേക്ക് വരാനുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും മേ ബി 1-2 ദിവസമൊക്കെ ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ വെള്ളിയാഴ്ച സംഭവിച്ചത് പക്കായായിട്ട് നന്നായിട്ട് താന്നു, നിഫ്റ്റി നന്നായിട്ട് താന്നു. കാരണം നമ്മുടെ ഭീകരാക്രമണത്തിൻ്റെ ഒരു സംഭവം ബേസ് ചെയ്തിട്ടും ആയിരിക്കാം, അതും ഒരു കാരണമായിരിക്കാം. എനിവേ നിഫ്റ്റി നന്നായിട്ട് താന്നിട്ട് നന്നായിട്ട് അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അപ്പോൾ എല്ലാവരും തന്നെ പെട്ടെന്ന് അത് ഒഴിവാക്കി, കുറേ പൊസിഷൻസ് ഒഴിവാക്കി. കാരണം താന്ന് നല്ല പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഒഴിവാക്കിയതാണ്. അത് അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിൻ്റെ ഈ ന്യൂസുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് വരിക. വീണ്ടും ഫർദറായിട്ട് താഴാൻ തന്നെയുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ബുള്ളിഷ് എന്ന് പറയാൻ പറ്റില്ല. ബുള്ളിഷ് ഇതേവരെ ഫീൽ ചെയ്തിട്ടില്ല. മേ ബി അത് മൺഡേ ഫീൽ ചെയ്യുമോ എന്നുള്ളതും സംശയമാണ്. അതിന് കാരണവും ഈ ഒരു റീസൺ തന്നെയാണ്. കാരണം ഇന്ത്യ തീർച്ചയായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാകും, തിരിച്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ എത്ര ഡീപ്പിലേക്ക് പോകും, ഡെപ്തിലേക്ക് പോകും എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല. മാർക്കറ്റിനെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും അത്. അപ്പോൾ ഇങ്ങനെയൊരു അനിശ്ചിതാവസ്ഥ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ലോങ് ടൈമിലേക്കൊക്കെ ഒരു പൊസിഷൻ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഒരു നെഗറ്റീവ് ന്യൂസ് മതി മാർക്കറ്റ് താഴേക്ക് പോകാനായിട്ട്. പ്രത്യേകിച്ച് അത് വേൾഡ് വൈഡ് ന്യൂസ് അല്ല, പ്രത്യേകിച്ച് ഇത് ഇന്ത്യയിൽ തന്നെയുള്ള ന്യൂസാണ്. തിരിച്ച് നമ്മളൊരു പ്രത്യാക്രമണം കൊടുക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതെപ്പം എങ്ങനെയെന്ന് മാത്രം അറിയില്ലാത്തുള്ളൂ. കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും മാർക്കറ്റ് തിരിച്ച് അടിക്കുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമോ എന്നല്ല, അവർ അതിന് തിരിച്ച് എങ്ങനെ നമ്മളോട് പ്രതികരിക്കും എന്നുള്ളത് അതിപ്പോൾ നമുക്ക് അറിയത്തില്ല. എന്ത് സംഭവിക്കും എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. എനിവേ ലോകരാജ്യങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇന്ത്യക്കുണ്ട്. എന്നാൽ പോലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കും. അപ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുമ്പം താഴേക്ക് പോകാനാണ് സാധ്യത. അപ്പം അതൊന്ന് സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ കുറേ കഴിയുമ്പോഴത്തേനും ഇതെല്ലാം മാറും. ഇതെല്ലാം മാറി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങാം. ഇപ്പം ചെറിയ ഒരു മൂവ്മെൻറ്റ് പോലും ഷെയർ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ ഒരു 1 വീക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് മാറി നിന്ന് തന്നെ വീക്ഷിക്കുക. എനിവേ നിഫ്റ്റി സപ്പോർട്ട് ലെവലിലാണ്. എന്നാൽ പോലും ഇപ്പോൾ ഒരു നിഫ്റ്റി റെസിസ്റ്റൻ്റ് ലെവലിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നിഫ്റ്റി മോഡിലാണ് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സെല്ലെടുക്കാമായിരുന്നു. കാരണം ഒരു നെഗറ്റീവ് ന്യൂസ് വന്നാലും അത് ഇടിയാനുള്ള വേഗത വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇപ്പം നിലവിലിപ്പോൾ സംഭവിച്ചേക്കുന്ന സപ്പോർട്ട് ലെവലിലായിപ്പോയി. നമുക്കിപ്പോൾ ഒരു സെല്ലും എടുക്കാൻ പറ്റില്ല. നമുക്ക് ആകെപ്പാടെ ഇപ്പം ഒന്ന് നമ്മുടെ ചാർട്ട് അനുസരിച്ച് ബൈ എടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ബൈ എടുത്താൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. നോക്കിയിട്ടൊക്കെ ബൈ എടുക്കുക. സ്റ്റോപ്പ് ലോസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ബൈ എടുക്കുക. പിന്നെ വോളറ്റാലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാനുള്ള ഒരു സാധ്യതയും കൂടി നമ്മൾ മുൻകൂട്ടി കാണും. അപ്പോൾ സേഫ് ട്രേഡേഴ്സൊക്കെ വേണമെങ്കിൽ ഒരാഴ്ച വിട്ട് വെക്കാം. മാർക്കറ്റ് നന്നായിട്ട് വാച്ച് ചെയ്യാം. ഈ ഒരു സിറ്റുവേഷൻ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അലയൊലികളൊക്കെ മാറുമല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ന്യൂസുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് മാത്രം അപ്പോൾ മാർക്കറ്റിലേക്ക് വേണമെങ്കിൽ ഇറങ്ങാം. എന്ന് വെച്ച് ഞാൻ പാനിക്കാക്കുകയൊന്നുമല്ല. വലിയൊരു സംഭവം മേ ബി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ നിഫ്റ്റി ഇപ്പോൾ സപ്പോർട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ബുള്ളിഷ് ട്രെൻഡ് ഇതേവരെയും കാണിച്ചിട്ടില്ല. പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമേ കറക്റ്റായിട്ട്, ഷോർട്ട് കവറിങ് മാത്രമേ കറക്റ്റായിട്ട് നടന്നിട്ടുള്ളൂ. അല്ലാതെ പുതിയ ബയ്യേഴ്സ് വരണം. എപ്പം പുതിയ ബയ്യേഴ്സ് വരും എന്നുള്ളത് ഇത് ഒരു സ്ട്രോങ് ആയിട്ട് മോഡിലേക്ക് പോകുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ഗ്രീൻ ക്യാൻഡിൽ പോലും ഇതേവരെ അപ്പിയർ ആയിട്ടില്ല. ഓക്കെ, നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.